നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ADHD ഉള്ള കുട്ടികൾക്ക് എക്സിക്യൂട്ടീവ് ഫങ്ഷൻ അവർക്ക് കുറവായിരിക്കും എന്നുള്ളത്. അതായത് കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു കഴിവ് അവർക്ക് കുറവായിരിക്കും. അപ്പോൾ സ്പോർട്സ് അല്ലെങ്കിൽ ഫിസിക്കൽ എക്സസൈസ് ഒക്കെ ചെയ്യുന്നതിലൂടെ ഇത്തരത്തിലുള്ള എക്സിക്യൂട്ടീവ് ഫങ്ഷൻ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അവരുടെ ഫോക്കസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ആങ്സൈറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ടും അവരുടെ കോൺഫിഡൻസ് ഒക്കെ കൂട്ടാനായിട്ടും ഒക്കെ സാധിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പൊതുവെ ADHD ഉള്ള കുട്ടികൾക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള ഡോപ്പാമിൻ, നോറെപ്പിനെഫ്രിൻ, സെറോട്ടോണിൻ ഒക്കെ കുറവായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതിലൂടെ ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവൊക്കെ കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. യോഗ, സൈക്ലിംഗ്, സ്വിമ്മിങ്, അതല്ലെങ്കിൽ നമ്മുടെ ഫുട്ബോൾ, കരാട്ടെ, കളരി തുടങ്ങിയിട്ടുള്ള മാർഷ്യൽ ആർട്സ് ഇതെല്ലാം ADHD ഉള്ള കുട്ടികൾക്ക് നമുക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഒരു ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടാണ് അവർക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അവർക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾക്ക് അവർക്ക് ഫോക്കസ് ചെയ്യാനേ സാധിക്കുന്നതല്ല. കൂടാതെ നമ്മൾ അവരെ കമ്പൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് റെസിസ്റ്റൻസ് ഉണ്ടാവും. അതായത് അവർക്ക് വാശി കൂടാനും അല്ലെങ്കിൽ അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവാനൊക്കെ അത് കാരണമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരുടെ ചോയ്സിനനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് ഏതാണ് ഇഷ്ടമുള്ളതെന്ന് അറിഞ്ഞിട്ട് അതിനെ ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള സ്പോർട്സ് ഒരു 3-4 കണ്ടുവച്ചിട്ട് അതിൽ ഏതാണ് നമ്മുടെ കുട്ടിക്ക് സ്യൂട്ടബിൾ ആവുന്നത് എന്ന് അവർക്കൊരു എക്സ്പീരിയൻസ് കൊടുത്തിട്ട് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് അതിൽ നിന്ന് ഏതാണ് കുട്ടിക്ക് ഇഷ്ടമാവുന്നത് എന്ന് നോക്കിയിട്ട് അതിനകത്ത് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം.